പാതഞ്ജല യോഗസൂത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ സമാധിപാദത്തിലെ ഒന്നാമത്തെ സൂത്രമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അഥ യോഗാനുശാസനം. ഇനി യോഗസൂത്രത്തെ പറയുന്നു എന്നാണ് അർത്ഥം. അഥ യോഗാനുശാസനം. അഥ എന്ന ശബ്ദം മംഗളസൂചകമാണ്. അതേപോലെ തന്നെ അനന്തരം എന്ന അർത്ഥത്തെയും ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ അഥ യോഗാനുശാസനം എന്താണ് യോഗസൂത്രം കൊണ്ട് പറയുന്നത്? ഇനിയുള്ള സൂത്രങ്ങളിൽ കൂടെ യോഗസൂത്രത്തെ ഇവിടെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അഥ മംഗളസൂചകമാണ്. അനന്തരം യോഗശാസ്ത്രം എന്താണ് എന്നുള്ളത് പറയപ്പെടുന്നു എന്നുള്ളതാണ് അനുശാസനം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ ഏത് ശാസ്ത്രം പഠിക്കുകയാണെങ്കിലും നമ്മൾ അതിന് 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. 1, ആ വിഷയം ഏതാണ് പഠിക്കുന്നത്. 2, അനുബന്ധ ചതുഷ്ടയം. അതായത് ആ ഒരു യോഗശാസ്ത്രം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ ആ മംഗളസൂചകമായ പദത്തെ അവിടെ പറയുന്നുണ്ട്. ഏത് കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിലും അവിടെ മംഗളാർത്ഥകമായ പദമായിരിക്കണം ആദ്യം എന്ന ഒരു ശാസ്ത്രവിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഥ എന്ന ശബ്ദം അവിടെ പ്രയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. അടുത്തത് അനുബന്ധ ചതുഷ്ടയം എന്നറിയപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണ്. ശാസ്ത്രവിധികളിൽ പ്രത്യേകം പറയപ്പെടുന്ന ഒന്നാണ് അനുബന്ധ ചതുഷ്ടയം. എന്താണ് അതിൽ അനുബന്ധ ചതുഷ്ടയം എന്ന് നോക്കാം. 1, വിഷയം. ഇവിടെയുള്ള പഠനം, ആ ശാസ്ത്ര പഠനത്തിലെ വിഷയം എന്താണ്? ഇതിലെ വിഷയം എന്ന് പറയുന്നത് യോഗശാസ്ത്രമാണ്. യോഗശാസ്ത്രത്തെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അടുത്തത് എന്താണ്? മുഖ്യ പ്രയോജനം. ഈ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നുള്ളതാണ് അടുത്ത ചിന്ത. അതെന്താണ്? മുഖ്യ പ്രയോജനം എന്ന് പറയുന്നത് യോഗജ്ഞാനത്തിൽ നിന്നും കൈവല്യത്തെ പ്രാപിക്കുന്നു എന്നുള്ളതായിട്ടാണ് മുഖ്യ പ്രയോജനമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. കൈവല്യജ്ഞാനം എന്നുള്ളത് ആത്യന്തികമായൊരു ലക്ഷ്യമാണ്. എന്നാൽ ശാരീരികമായ സൗഖ്യവും ജ്ഞാനത്തിലൂടെയുള്ള മോക്ഷപ്രാപ്തി, ഇതാണ് ഇതിലൂടെ നമുക്ക് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇതിലെ മുഖ്യ പ്രയോജനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇതിലൊരു സംബന്ധമുണ്ട്. എന്താണ് ആ സംബന്ധം? അതായത് ഒരു സാധ്യ സാധക ഭാവം. ഇവിടെ സാധ്യ സാധകമായിട്ട് വർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യോഗ ഗ്രന്ഥത്തിലൂടെ, ആ ഒരു ശാസ്ത്രം ഗ്രന്ഥദ്വാര നമ്മൾ പഠിക്കുന്നു. ആ ഗ്രന്ഥദ്വാര നമ്മൾ അഭ്യസിക്കുന്നത് കൊണ്ട് തന്നെ കൈവല്യം എന്ന ആ ജ്ഞാന അവാപ്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ സാധ്യ സാധക ഭാവം എന്ന പ്രതിപാദക ഭാവത്തിലൂടെ നമുക്ക് കൈവല്യം ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഇതിൻ്റെ അധികാരികൾ? അധികാരികൾ എന്നറിയപ്പെടുന്നത് ആരാണോ ഈ ശാസ്ത്രത്തെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജിജ്ഞാസു ആയിരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ അധികാരികളായിട്ട് പറയപ്പെടുന്നത്. ഒരു അനുബന്ധ ചതുഷ്ടയം നോക്കിക്കഴിയുമ്പോൾ ഇതിലെ അധികാരി എന്നറിയപ്പെടുന്ന ജിജ്ഞാസുക്കൾ, ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും ഈ യോഗശാസ്ത്രം പഠിക്കുവാൻ അധികാരിയാണ്. ആ അധികാരി ഈ സംബന്ധഭാവത്തിലൂടെ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി ആ ജ്ഞാനം കൈവരിച്ച് മുഖ്യപ്രയോജനമായ കൈവല്യം, ആ മോക്ഷപ്രാപ്തി ലഭിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. അതിന് വിഷയമായിരിക്കുന്നത് എന്താണ്? യോഗശാസ്ത്രമാണ്. ഇവിടെ യോഗസൂത്രം മുഴുവനായിട്ട് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തെ മുഴുവൻ ഈ ഗ്രന്ഥത്തിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഗസൂത്രത്തിൽ പ്രധാനമായും ചിത്തത്തെ അല്ലെങ്കിൽ മനസ്സിനെ ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ഈ സമാധിപാദത്തിൽ ആ ചിത്തവൃത്തിയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് ചിത്തമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
ചിത്തം എന്ന് വെച്ചാൽ മനസ്സാണ്. ഇവിടെ മനസ്സിൻ്റെ 5 തലങ്ങളുണ്ട്, 5 സ്വഭാവങ്ങളുണ്ട്. ആ 5 സ്വഭാവങ്ങളെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. മനസ്സിൻ്റെ 5 സ്വഭാവം എന്ന് പറയുന്നത് 1 ക്ഷിപ്തം, 2 മൂഢം, 3 വിക്ഷിപ്തം, പിന്നെ ഏകാഗ്രം, നിരുദ്ധം. ഇതാണ് 5 തലത്തിലുള്ള മനസ്സിൻ്റെ സ്വഭാവം. 1 ക്ഷിപ്തം. ക്ഷിപ്തം എന്ന് വെച്ചാൽ ദൈത്യർ അഥവാ അധമന്മാരായിട്ടുള്ള മതോന്മത്തന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ സ്വഭാവത്തെ ആണ് ഉദാഹരിച്ച് പറയാറ്. ഒട്ടും കൃത്യമായ ഒരു ലക്ഷ്യബോധമോ ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴങ്ങി നടക്കുന്നതായൊരു മനസ്സിനെ പറ്റി പറയുന്ന ആ ഒരു മനസ്സിനെയാണ് ഇവിടെ നമ്മൾ ക്ഷിപ്തം എന്ന് വിവക്ഷിക്കുന്നത്. മൂഢം എന്ന് പറഞ്ഞാൽ അവിടെ തീരെ എന്താ പറയുക, പിശാചുക്കളുടെയൊക്കെ ഒന്ന് നമ്മളൊരു ഉദാഹരണമായിട്ട് അവിടെ പറയാറ്. ഒരിക്കലും ഒന്നും അറിയാത്ത അവസ്ഥ, മൂഢന്മാരാണ്. അവർക്ക് വേർതിരിവില്ല, തിരിച്ചറിവുകളില്ല. അപ്പോൾ ആ ഒരു തലത്തിലുള്ള മനസ്സിനെയാണ് മൂഢം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. പിന്നെയുള്ളത് വിക്ഷിപ്തമാണ്. വിക്ഷിപ്തം എന്നുള്ളത് ചില സമയത്ത് വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും, ചിലപ്പോൾ അത് വളരെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും, അതിനെ കൂടുതൽ ഒരു ചിന്തകൾ കൊടുക്കുന്നില്ല. എന്നാൽ ചില സമയത്ത് ഇവരെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, കർമ്മനിരതരായിരിക്കും. ചില സമയത്ത് അവർ വളരെയധികം ശാന്തരായിരിക്കും. നമ്മുടെ ഒരു ദേവന്മാരെയൊക്കെയാണ്, ദേവന്മാർ അതുപോലെ തന്നെ നമ്മളുടെ ജിജ്ഞാസുക്കളായിട്ട് ആളുകളെയൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരുവിധം മനുഷ്യരെല്ലാം ഈ ഒരു വിക്ഷിപ്തം എന്നുള്ള മനസ്സോടു കൂടിയുള്ളവരായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത ഒരു രീതി എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏകാഗ്രമായ മനസ്സാണ്. ഏകാഗ്രം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നിക്കൊണ്ട് ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന, പക്ഷേ ആ മനസ്സിന് മിക്കവാറും നമ്മൾ നിർബന്ധിച്ചു കൊണ്ട് തന്നെ ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഏകാഗ്രം. അതിനെ നമ്മളൊരു സംപ്രജ്ഞാത സമാധി എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാം നമ്മളുടെ ചുറ്റും എന്ത് നടക്കുന്നുണ്ട്, നമ്മളുടെ മനസ്സ് പല കാര്യങ്ങളിലും വ്യാപരിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ ഇതൊന്നും കണക്കാക്കാതെ നിർബന്ധ ബുദ്ധിയ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുന്നു. ഒരേ ഒരു വസ്തുവിലേക്ക് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് ഏകാഗ്രം എന്ന് പറയുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക വസ്തുവിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ഒരു ജ്ഞാനത്തിൽ മാത്രം നമ്മൾ മനസ്സിനെ നിർത്തുന്നു. ഇതാണ് ഏകാഗ്രം. അടുത്തത് നിരുദ്ധം എന്ന അവസ്ഥയാണ്. നിരുദ്ധം എന്നാൽ നമുക്കറിയുന്നില്ല, ഈ ജ്ഞാനം കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഏകാഗ്രമായിരിക്കുകയും അതിനുശേഷം ഉണ്ടാകുന്നൊരവസ്ഥ, നമുക്ക് എന്ത് നടന്നാലും ശരിക്കും പറഞ്ഞാൽ ഒരു തപസ്സെന്നൊക്കെ പറയാം. ആ ഒരു സമയത്ത് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധവാന്മാരാകുന്നില്ല. എന്തൊക്കെയാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നതെന്ന് നമ്മൾ അറിയാത്തൊരവസ്ഥയിലേക്ക് മനസ്സ് നിൽക്കുക. ആ മനസ്സിനെ ബാധിക്കുന്നതായിട്ട് അവിടെ ഒന്നുമില്ലാത്ത, എന്ത് വന്നാലും അതെല്ലാം തടുക്കുന്ന ഒരവസ്ഥ മനസ്സിനുണ്ടാവുക. ഇതാണ് നിരോധമായിട്ടുള്ള, നിരുദ്ധം എന്നറിയപ്പെടുന്ന അവസ്ഥ. ഇപ്രകാരം മനസ്സിന് ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്നീ 5 സ്വഭാവവിശേഷങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ പറയപ്പെടുന്നു. ഇനി എന്താണ് ഈ മനസ്സിൽ എങ്ങനെയാണ് യോഗം വരുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. യോഗാനുശാസനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഇതിൽ യോഗ എന്താണെന്നും മനസ്സെന്താണെന്നും മാത്രം ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്.